ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു റീകോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ഒരു അഡ്മിഷൻ സംഭവിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ്സ് എന്ന് അതും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി നമ്മളെ സംബന്ധിച്ചത് നമ്മളെ കുട്ടികൾക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എക്സാമിന് ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ഏരിയ വന്നു കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ക്രാക്ക് ചെയ്യേണ്ടത് എങ്ങനെ എന്ന് അറിയില്ല. അതാണ് ഞാൻ പഠിപ്പിക്കാം. ഓക്കെ, ഒരു 10 മാർക്ക് അല്ലെങ്കിൽ 12 മാർക്കിന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അല്ലെങ്കിൽ 8 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഞാൻ പറയാം നിങ്ങൾക്ക് ഒരു 75% സ്കോർ ചെയ്യൽ ഈസിയാണ്. ഫുള്ള് സ്കോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലവണ്ണം കൺസെപ്റ്റ് അറിയാം. ഓക്കെ, പക്ഷെ ആ 75% എന്ന് പറയുന്നത് തന്നെ വലിയ വെയിറ്റേജ് ആണ്. എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെയിറ്റേജ് ആണ്. രാവിലെ തന്നെ ഉപദേശിക്കല്ലേ എന്നത് പറഞ്ഞു തരും ചെയ്യും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കല്ല. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഓൾഡ് റേഷ്യോ, ന്യൂ റേഷ്യോ, സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ക്വസ്റ്റ്യനിൽ തരും, ന്യൂ റേഷ്യോ ചിലപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. സാക്രിഫൈസിങ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഇതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ, അല്ലെങ്കിൽ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിക്കാൻ 6 മെത്തേഡ്സ് ഉണ്ട്. അതിലേക്ക് ഞാനിപ്പോ പോകുന്നില്ല, അത് പോയാൽ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റില്ല. ഓക്കെ, അത് നിങ്ങൾ പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. പിന്നെ അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതൊക്കെ വർക്കിംഗ് നോട്ടാണ് മക്കളെ, ഇതൊക്കെ വർക്കിംഗ് നോട്ടാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം കണ്ടുപിടിക്കലാണ്. ക്വസ്റ്റ്യനിൽ ഒന്നെങ്കിൽ തരും ഗുഡ് വിൽ ഓഫ് ദ ഫേം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, വെയിറ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഇതാണ് അടുത്ത കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അത് മാത്രമല്ല നമ്മൾ ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കണം. ആരെ ഷെയർ ഓഫ് ഗുഡ് വിൽ? ഓക്കെ, അഡ്മിഷൻ ആണെങ്കിൽ അഡ്മിറ്റിംഗ് പാർട്ട്നേഴ്സിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ, അല്ലെങ്കിൽ റിട്ടയർമെന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഡെത്ത് ആണെങ്കിൽ ആ റിട്ടയർമെന്റ് ഓർ ഡെത്ത് അവർ രണ്ടാളും എന്ത് കണ്ടുപിടിക്കണം? ഷെയർ ഓഫ് ഗുഡ് വിൽ കണ്ടുപിടിക്കണം. ഫോർ എക്സാമ്പിൾ 1/6 ആണ് ഷെയർ. ഓക്കെ, ആയത് സീൻ്റെത്. അങ്ങനെയാണെങ്കിൽ ഗുഡ് വിൽ ഓഫ് ദ ഫേം തന്നത്, ഓക്കെ, ഗുഡ് വിൽ ഓഫ് ദ ഫേം തന്നത് 60,000 റുപ്പീസ് ആണെങ്കിൽ ഫേമിന്റെ ഓവറോൾ ഗുഡ് വില്ലാണ് 60,000. അന്നേരം സി കൊണ്ടുവരേണ്ടത് 60,000 ഇൻറ്റു 1/6 ആണ്. അയാളെ ഷെയർ മാത്രം അയാൾ കൊണ്ടുവന്നാൽ മതി. ഈ 10,000 രൂപയാണ് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ 10,000 രൂപയാണ് സാക്രിഫൈസിങ് റേഷ്യോയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പറയുന്ന മനസ്സിലാവുന്നുണ്ടാ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി, പ്രൈവറ്റ്ലി പേ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി, കൊണ്ടുവന്നില്ലെങ്കിൽ എന്താ ജേർണൽ എൻട്രി, ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ അല്ലേ? ഇത് കഴിഞ്ഞതിന് ശേഷം, ഈ 2 വർക്കിങ്സ് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ട 3 കാര്യങ്ങളാണ്. അത് ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യണം. എങ്ങനെ ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യണത് ഞാൻ പറഞ്ഞുതരാം. അതായത് 3 അക്കൗണ്ടും ഓപ്പൺ ചെയ്ത് വെക്കണം. ഫസ്റ്റ് റീവാലുവേഷൻ അക്കൗണ്ട്, രണ്ടാമത്തെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മൂന്നാമത്തെ ബാലൻസ് ഷീറ്റ്. റീവാലുവേഷൻ അക്കൗണ്ടിൽ അത്യാവശ്യം സ്പേസ് വിടണം, കൂടുതൽ സ്പേസ് വിടണം. കാരണം എന്താ അറിയോ, നമുക്ക് സ്ഥലം ഇല്ലെങ്കിൽ പിന്നെ പ്രശ്നം വരും എക്സാം ഹാളിൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, എത്ര അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് നോക്കുക, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അത്യാവശ്യം നല്ല സ്പേസ് തന്നെ കിട്ടും. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നല്ലവണ്ണം കിട്ടും. ഓക്കെ, കുറെ സ്പേസ് കിട്ടുകൊണ്ട് മാർക്കൊന്നും കുറക്കൂല. ബാലൻസ് ഷീറ്റിൽ സ്പേസ് ഒന്നും വേണ്ട, കാരണം അത് ലാസ്റ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അന്നേരം ഇത് 3 നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇത് 3 പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഓക്കെ, പ്രിപ്പയർ ചെയ്ത് വെക്കാം. എക്സാമിന് ഇത് 3 ചോദിക്കുന്നെങ്കിൽ ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, P&L അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്, ഗുഡ് വിൽ ഇൻ ബാലൻസ് ഷീറ്റ്. അതായത് ജനറൽ റിസർവ് ഉണ്ടോ നോക്കാം ക്വസ്റ്റ്യനിൽ, P&L അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടോ നോക്കാം, P&L അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഉണ്ടോ നോക്കാം, ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഉണ്ടോ നോക്കാം. ഈ 4 ഐറ്റംസ് ഉണ്ടോ നോക്കാം. ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? ഒന്നുമില്ല. ജനറൽ റിസർവ് ആണെങ്കിൽ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പ് ടു ജനറൽ റിസർവ്, ജനറൽ റിസർവ് അക്കൗണ്ട് അപ്പ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, P&L അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണെങ്കിൽ P&L അക്കൗണ്ട് അപ്പ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇങ്ങനെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം, മനസ്സിൽ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. പോസ്റ്റ് ചെയ്യേണ്ടത് എവിടെ? റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സിൽ. എവിടെ? റെസ്പെക്റ്റീവ് ലെഡ്ജർ അക്കൗണ്ട്സിൽ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതിങ്ങനെ ഓർഡറിൽ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും മിസ്സാവുകയും ചെയ്യില്ല, തെറ്റുകയും ചെയ്യില്ല. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണ്ടു, ഇത്രയേ ചെയ്യണ്ടു. എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതറിയാം,
റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ അറിയാം. കാരണം റീവാലുവേഷന്റെ ജേർണൽ എൻട്രീസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. റീവാലുവേഷൻ ജേർണൽ എൻട്രീസ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എന്താണ് MR അക്കൗണ്ട് എന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ആണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. പിന്നെ അഡ്ജസ്റ്റ്മെന്റ്സ് ഓഫ് ജനറൽ റിസർവ്, P&L അക്കൗണ്ട്, ക്രെഡിറ്റ് ബാലൻസ്, ഡെബിറ്റ് ബാലൻസ്, ഗുഡ് വിൽ ഓൾറെഡി അപ്പിയർ ഇൻ ദ ബാലൻസ് ഷീറ്റ്, അതിന്റെയും ജേർണൽ എൻട്രി അറിയാം. അതായത് മക്കൾ നിങ്ങൾ ഒരു ഹാഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ പറയും. ഓക്കെ, ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പുതിയ പാർട്ണർ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുക. ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് ബാലൻസും കൂടണം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ത് ചെയ്യാം, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലും കാണിക്കണം. ഓക്കെ സർ, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ ചോദിച്ചാൽ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നില്ല മക്കളെ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചോ, ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യൂല നമ്മൾ. ഓക്കെ, ക്വസ്റ്റ്യനിൽ ചോദിച്ചാൽ മാത്രമേ പ്രിപ്പയർ ചെയ്യൂ. ചോദിച്ചില്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യാൻ ചോദിച്ചാൽ നിങ്ങൾ ബാലൻസ് ഷീറ്റിൽ, ഓക്കെ, ബാലൻസ് ഷീറ്റിൽ നിങ്ങൾ ക്യാഷ് എന്ന് കാണിക്കും. ഓക്കെ, അത് ഇന്നർ കോളത്തിലാണ് കാണിക്കുക ക്യാഷ് ബാലൻസ്. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഓപ്പണിംഗ് ക്യാഷ് ബാലൻസ് തരും. ഓക്കെ, അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ കൊണ്ടുവന്നത് ആഡ് ചെയ്യുക. കാരണം ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടെ ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഗുഡ് വില്ല് കൊണ്ടുവരുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. കാരണം എന്താ, ഇത് രണ്ടും കൊണ്ടുവരെ ചെയ്യുന്നത്. ഇനി ഗുഡ് വില്ല് വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, മൈനസ് ചെയ്യാം. പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇതെല്ലാം ജേർണൽ എൻട്രിയാ മക്കളെ. സാധാരണ രീതിയിൽ ഒരാൾ ക്യാഷ് കൊണ്ടുവന്നതിന് നമ്മുടെ ക്യാഷ് ബാലൻസ് കൂടും, ക്യാഷ് വിഡ്രോ ചെയ്താൽ ക്യാഷ് ബാലൻസ് കുറയും. ഓക്കെ, ഇതൊക്കെ ജേർണൽ എൻട്രി ആണ്. ക്യാപിറ്റൽ ബ്രോട്ട് ഇൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ആ ജേർണൽ എൻട്രി പാസ് ചെയ്യുക, അത് നിങ്ങളുടെ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ല്. നമ്മൾ സെൽഫ് ജനറേറ്റഡ് ഗുഡ് വില്ലിന്റെ വാല്യൂ ഓൾറെഡി കണ്ടുപിടിച്ചു. എന്നിട്ട് എന്ത് ചെയ്യുക, അടുത്ത അഡ്ജസ്റ്റ്മെന്റ് ആണ്. എന്താ അഡ്ജസ്റ്റ്മെന്റ്? അവർ ക്യാഷ് ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ജേർണൽ എൻട്രി ക്യാഷ് അക്കൗണ്ട് അപ്റ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. വിഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു ക്യാഷ്. ഇനി കൊണ്ടുവന്നില്ലെങ്കിൽ ജേർണൽ എൻട്രി ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്റ്റർ ടു സാക്രിഫൈസിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതൊക്കെ ആ റെസ്പെക്റ്റീവ് അക്കൗണ്ട്സിലേക്ക് നിങ്ങൾ പോസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയാണ് ജനറലി എക്സാമിന് വരെ. ഓക്കെ, ഇതുവരെ എല്ലാവരും ഓക്കെ ആണോ? ജനറലി ഇത്രേ ചോദിക്കും. ചിലപ്പോ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കും. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കല്ല. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കല്ല, ഒന്നുമില്ല. ABC ഫോർ എക്സാമ്പിൾ ABC 3:2:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, സി കൊണ്ടുവരുന്ന ക്യാപിറ്റൽ 1 lakh rupees ആണെന്ന് വിചാരിക്കും. എത്രയാണ് സിന്റെ ക്യാപിറ്റൽ? എത്രയാണ്? 1 lakh rupees. ഗുഡ് വില്ലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഗുഡ് വില്ലൊക്കെ ജേർണൽ എൻട്രി പാസ് ചെയ്ത് എല്ലാം ചെയ്തു. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരും. നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെയാണ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ജസ്റ്റ് റഫാണ്, എല്ലാ കാര്യങ്ങളും റഫാണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ട് ബൈ ബാലൻസ് ബ്രോട്ട്. ഓക്കെ, ബൈ ബാലൻസ് ബ്രോട്ട് എന്ന് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്വസ്റ്റ്യനിൽ തരുന്ന എമൗണ്ട് എഴുതി വെക്കാം. അതിന് എങ്ങനെ എഴുതേണ്ടതെന്നെല്ലാം ഞാൻ പറഞ്ഞതിന് വെയിറ്റ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യും, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്യും. ഓക്കെ, എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ടു ബാലൻസ് ക്യാരി ഡൗൺ കിട്ടും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബാലൻസ് ക്യാരി ഡൗൺ കിട്ടുന്നത് ഓക്കെ 3,55,000. ഓക്കെ, സിന്റേത് 1 lakh കിട്ടുക, കാരണം സി 1 lakh കൊണ്ടുവന്നത്. ഓക്കെ, ABC. ഇയാളത് 1,35,000 ആണെന്ന് വിചാരിക്കും. ഇങ്ങനെയാണ് കിട്ടുന്നത്, വിചാരിക്കാനാണ് ഞാൻ പറയുന്നത്. ഒരാളെ ക്യാപിറ്റൽ 3,55,000, രണ്ടാമത്തെ ആളെ ക്യാപിറ്റൽ 1,35,000, മൂന്നാമത്തെ ആളെ ക്യാപിറ്റൽ 1 lakh. മക്കളെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യുക എന്ത് വെച്ചിട്ട്? പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വെച്ച് പറയുന്നത് മനസ്സിലാവുന്നില്ല? ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ നോക്കിയാട്ടെ, 3:2:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. 3:2:1 ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പക്ഷെ അവരെ ക്യാപിറ്റൽ 3:2:1 ഉള്ളത്. 3:2:1 അവരെ ക്യാപിറ്റൽ ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെല്ലാവർക്കും ക്യാപിറ്റൽ നമ്മൾ 3:2:1 ആക്കാൻ പോയത്. എങ്ങനെ അതാക്കാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക എല്ലാവരും. എങ്ങനെ അതാക്കാന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? സിന്റെ ക്യാപിറ്റൽ നിങ്ങൾക്ക് തന്നിട്ടില്ലേ? സിന്റെ ക്യാപിറ്റൽ എത്രയാ? 1 lakh rupees. എത്രയാണ്? 1 lakh rupees. മക്കളെ മനസ്സിലാക്കേണ്ടത് 1 ഷെയറിനാണ് എത്ര 1 lakh കൊണ്ടുവന്നത്.
എത്ര 1 ഷെയർ. സാർ എങ്ങനെ മനസ്സിലായ 1 ഷെയർ? 3:2:1 എന്നാ പറയുന്നത്. സി 1 ഷെയറിന് 1 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് പഠിക്കേണ്ടത്. ഫോർമുല പഠിക്കേണ്ടത്, വിട്ട് വെയിറ്റ് അതൊക്കെ മറന്നേ. ഇത് ഇങ്ങനെ പഠിക്കേണ്ടത്. സിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് സി ക്യാപിറ്റൽ കൊണ്ടുവന്നത് 1 ഷെയറിന് 1 lakh ആണെങ്കിൽ ബി എത്രയാണ് കൊണ്ടുവരേണ്ടത്? ശരിക്കും ബിന്റെ ക്യാപിറ്റൽ എത്രയാണ് വേണ്ടത്? 2 lakh. എന്തുകൊണ്ടാ? 2 ഷെയറിന് 2 into 1 lakh എത്രയാ? 2 lakh. ദാറ്റ്സ് ഇറ്റ്. അതേപോലെ എന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 3 ഷെയർ ആണ്. 3 ഷെയർ ആകുമ്പോൾ അത് 3 lakh. 1 ഷെയറിന് 1 lakh ആണെങ്കിൽ 2 ഷെയറിന് 2 lakh, 3 ഷെയറിന് 3 lakh. ഇതാണ് അവരെ ക്യാപിറ്റൽ ബാലൻസ് വേണ്ടത്. ഇനി മുതൽ അവരെ ക്യാപിറ്റൽ എത്ര വേണ്ടത്? 1 lakh, 2 lakh, 3 lakh. പറയുന്ന മനസ്സിലാവുന്ന? ഇതാണ് ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻഡ്. എന്താ പറയാ? ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻഡ്. ഇനി ഇവർ എത്ര ക്യാപിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? സാർ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഓക്കെ, 3:2:1 റേഷ്യോ ആൻഡ് സാർ ഇങ്ങനെ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ 5:3:2 ആണ് അവര് കൊണ്ടുവന്നത്. സി കൊണ്ടുവന്നത് 1 lakh rupees. അങ്ങനെയാണെങ്കിലോ 1 lakh കൊണ്ടുവരുന്നത് 2 ഷെയറിനാണ് സി. അങ്ങനെയാണെങ്കിൽ 1 ഷെയറിന്റെ വാല്യൂ എത്രയാ? 50,000. ഫോർ എക്സാമ്പിൾ പറയാനേ. ഓക്കെ, ചില കുട്ടികൾക്ക് ഡൗട്ട് വരും, അതുകൊണ്ട് പറഞ്ഞതാ. അതായത് 1 lakh rupees ആണ് 1 lakh rupees ആണ് എന്ത്? 2 ഷെയറിന് അയാൾ കൊണ്ടുവരുന്നത്. അങ്ങനെയെങ്കിൽ ഓട്ടോമാറ്റിക്കലി 1 ഷെയറിന് എത്രയാ? 50,000 rupees. അങ്ങനെയാണെങ്കിൽ ബി എത്ര കൊണ്ടുവരണം? 1,50,000. എ എത്ര കൊണ്ടുവരണം? 2,50,000. എങ്ങനെ കിട്ടുന്നത്? ക്യാപിറ്റൽ പെർ ഷെയർ ഇൻറ്റു അവർ ഷെയർ. അത്രയും ഉണ്ട്. ക്യാപിറ്റൽ പെർ ഷെയർ ഇൻറ്റു അവർ ഷെയർ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും ഓക്കെ അല്ലേ? ഫൈൻ. ഇതൊന്നും ഫോർമുല പഠിക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോർമുലയായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഫോർമുലന്റെ രീതിയിൽ പഠിക്കണമെങ്കിൽ ഇതാണ് സംഭവം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ ഓഫ് ദ ഫേം കണ്ടുപിടിക്കാം. ക്യാപിറ്റൽ ഓഫ് ദ ഫേം എന്ന് പറയുന്നത് ഈ പുതിയ പാർട്ട്ണറുടെ ക്യാപിറ്റൽ ഇൻറ്റു റെസിപ്രോക്കൽ ഓഫ് ഹിസ് ഷെയർ. ഓക്കെ, ഇതെല്ലാം ബൈഹാർട്ട് പഠിച്ചെങ്കിൽ പോയി കഴിഞ്ഞ് വേറൊന്നും പറയാനില്ല. പക്ഷെ എന്നാൽ ഞാൻ പറഞ്ഞിരുന്നേ ഉള്ളൂ. 6/1 ദാറ്റ് ഈസ് 6 lakhs. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എന്റെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുക. എന്റെ ക്യാപിറ്റൽ എത്രയാണ്? എന്റെ ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു 6 lakh ഇൻറ്റു 3/6. എത്രയാണ്? അവരവരെ ഷെയറിനോട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി, നമുക്ക് കിട്ടും 3 lakhs കിട്ടും. ബിന്റെ ഷെയർ എത്രയാ? ബിന്റെ ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ 6 lakh ഇൻറ്റു 2/6 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 lakhs. അതേപോലെ സിന്നത് 1 lakh. പറയുന്ന മനസ്സിലാവുന്നുണ്ട്? ഇതാണ് ഫോർമുല ആയിട്ട് നിങ്ങൾ പഠിച്ചത്. ഞാൻ പറയുന്ന ഫോർമുല എന്നല്ല, ഈ ചാപ്റ്റർ മനസ്സിലാക്കേണ്ടത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിലായിട്ട് ആക്കല്. ഓക്കെ, അങ്ങനെ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ എന്ത് ചെയ്യുക? 1 ഷെയറിന്റെ ക്യാപിറ്റൽ എത്രയാന്ന് കണ്ടുപിടിക്കാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ഷെയറിന് 1 ലക്ഷം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 1 ഷെയറിന് എത്രയാ? 1 lakh divided by 2, 50,000. പറയുന്ന മനസ്സിലാവുന്നില്ല? കമ്പനി അക്കൗണ്ട്സിലെ വലിയ പ്രോബ്ലം ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാൻ നമുക്ക് വലിയ പാടുണ്ടാവും? ഒരു പാടുമില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇനി മുതൽ ഈ കമ്പനിന്റെ ഷെയർസ് ഈ ഫേമിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakh, 2 lakh, 1 lakh ആണ്. നമ്മളത് കണ്ടുപിടിച്ചതാണ്. പറയുന്ന മനസ്സിലായി? ഇത് കണ്ടുപിടിക്കണം അഡ്ജസ്റ്റ്മെന്റ്. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. അങ്ങനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എത്രയാണോ നിങ്ങൾക്ക് ക്യാപിറ്റൽ ബാലൻസ് വേണ്ടത്, ഓക്കെ, വേണ്ടതാണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ക്യാപിറ്റൽ ടു ബി മെയിൻറ്റെയിൻഡ് 3 lakh, 2 lakh, 1 lakh. നമ്മൾ കണ്ടുപിടിച്ചത് എന്ത് ചെയ്താ? നമ്മൾ ടു ബാലൻസ് ക്യാരി ഒന്നിട്ട് കാണിക്കാം. ഇത് ഓട്ടോമാറ്റിക്കലി എവിടെ പോകും? ബാലൻസ് ഷീറ്റിൽ പോകും. ഓക്കെ, ഇതെവിടെ പോകും? ബാലൻസ് ഷീറ്റിൽ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ചെയ്തു തരും, പ്രോബ്ലം ചെയ്തു തരും, വെയിറ്റ് ചെയ്യും. ഓക്കെ, ഇനി ശ്രദ്ധിക്കല്ല. നമ്മൾ എന്ത് ചെയ്യാം? ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. ടു ബാലൻസ് ക്യാരി 3,55,000, 1,35,000, 1 lakh ചെയ്തിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം? ബ്രോട്ട് ഡൗൺ ചെയ്യാം. ഓക്കെ, ബ്രോട്ട് ഡൗൺ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഇനി കമ്പയർ ചെയ്യുക. അതായത് എന്റെ ക്യാപിറ്റൽ 3,55,000 ആണ് ഉള്ളത്. എന്റെ ക്യാപിറ്റൽ എത്രയുള്ളത്? 3,55,000. അയാൾ എത്ര മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 3 lakh. അയാളെ ക്യാപിറ്റൽ കൂടുതലാണോ കുറവാണോ? കൂടുതൽ. അയാൾ 3 lakh കൊണ്ടുവരുന്നു. പക്ഷെ അയാളെ ക്യാപിറ്റൽ ഇപ്പൊ എത്ര ഉണ്ട്? 3,55,000. എന്നിട്ട് അയാൾ വിഡ്രോ ചെയ്യുക അല്ല കൊണ്ടുവരിക ചെയ്യാം? വിഡ്രോ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. വിഡ്രോ ചെയ്യുമ്പോൾ ഈ ജേർണൽ എൻട്രി ഒക്കെ നമ്മൾ പണ്ടേ പഠിച്ചതാണ്. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് അപ്ഡേറ്റ് ടു ക്യാഷ്. എത്ര എമൗണ്ട്?
55,000 രൂപ. ബാലൻസിങ് ഫിഗറാണ്. ഞാൻ ബാലൻസിങ് ഫിഗർ ആണെങ്കിൽ റൗണ്ട് ചെയ്തു. ഓക്കെ, അത് ഏത് ചാപ്റ്റർ ആയാലും ഞാൻ എന്ത് ചെയ്യും, ബാലൻസിങ് ഫിഗർ ആണെങ്കിൽ റൗണ്ട് ചെയ്തു. ഓക്കെ ആണോ എല്ലാവരും? രണ്ടാമത്തെ ആള് 1,35,000 റുപ്പീസ് ആണ് അവരെ ക്യാപിറ്റൽ ഉള്ളത്. അവരെത്ര ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? 2 lakh. കുറവാണോ കൂടുതലാണോ? കുറവാണെങ്കിൽ അവർ കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ ബൈ ക്യാഷ്. എത്ര എമൗണ്ട്? 65,000 രൂപ. സാറേ, ഒരാൾ കൊണ്ടുവരുന്നതും ഒരാൾ വിഡ്രോ ചെയ്യുന്നതും സെയിം എമൗണ്ട് ആവണം നിർബന്ധേ ഇല്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. ഇനി സി 1 lakh ആണ് ക്യാപിറ്റൽ ഉള്ളത്, 1 lakh ആണ് ക്യാപിറ്റൽ കൊണ്ടുവരേണ്ടത്. അവിടെ എന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? ഒരു എമൗണ്ടും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ്. നമ്മളിവിടെ 2 ജേർണൽ എൻട്രിയാണ് പാസ് ചെയ്യുന്നത്. അഥവാ ഡെഫിസിറ്റ് ആണെങ്കിൽ കൊണ്ടുവരുന്ന ജേർണൽ എൻട്രി. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. വിഡ്രോ ചെയ്യുമ്പോൾ എന്താ ജേർണൽ എൻട്രി? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ്. ഈ 55,000 ഈ 65,000 വിഡ്രോ ചെയ്യുന്നത് ക്യാഷിലും കൊണ്ടുവരുന്നത് ക്യാഷിലും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റ് ക്യാഷിന്റെ കൂടെ ആഡും മൈനസും ചെയ്യണം. കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ക്യാഷ് ബാലൻസ് കൂടും, അതുകൊണ്ട് ആഡ് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യാം? കൊണ്ടുവരുന്നില്ലെങ്കിൽ വിഡ്രോ ചെയ്യണം, അതുകൊണ്ട് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. പറയുന്ന മനസ്സിലാവുന്നുണ്ട് ഇതുവരെ? ഇത്രയേ ഉള്ളൂ അഡ്മിഷൻ എന്ന് പറയുന്ന സംഭവം. ഇതിനെക്കാട്ടി അപ്പുറമൊന്നുമില്ല. ഇത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഇതിനപ്പുറം ഒന്നുമില്ല. പക്ഷെ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ കഴിയും എക്സാം. ഓക്കെ ആണ് എല്ലാവരും? നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. എപ്പോഴും അവർ ക്യാഷ് കൊണ്ടുവരണം, ക്യാഷ് വിഡ്രോ ചെയ്യണം നിർബന്ധമില്ല. അതിന് പകരം അവർ കറണ്ട് അക്കൗണ്ട് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. എന്താ കറണ്ട് അക്കൗണ്ട്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്ത്? അതായത് കറണ്ട് അക്കൗണ്ടും ഫിക്സഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അത് ആ കറണ്ട് അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അത് ക്വസ്റ്റ്യനിൽ പറയും. അതായത് നിങ്ങൾ എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഷുഡ് ബി മെയ്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് വിത്ത് കറണ്ട് അക്കൗണ്ട് എന്ന് പറയും. അല്ലെങ്കിൽ നമ്മളോട് പറയും ക്യാഷ് കൊണ്ടുവന്നിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട്. ഇനി ക്യാഷ് കൊണ്ടുവന്നിട്ട് ക്യാഷ് വിഡ്രോ ചെയ്തിട്ട് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ചെയ്ത പോലെ കറണ്ട് അക്കൗണ്ട് ത്രൂ അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഇവിടെ കറണ്ട് എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ എസ് കറണ്ട് അക്കൗണ്ട് ടു എസ് കറണ്ട് അക്കൗണ്ട്. ഇവിടെ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബൈ ബീസ് കറണ്ട് അക്കൗണ്ട്. മക്കളെ മനസ്സിലാക്കിക്കോ. ബൈ ബീസ് കറണ്ട് അക്കൗണ്ട്. ഒന്നുമില്ല, കൊണ്ടുവരുമ്പോൾ എന്താ ജേർണൽ എൻട്രി? ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ. ക്യാഷ് കൊണ്ടുവരുന്നില്ല, ക്യാഷ് അന്നേരം ഡെബിറ്റ് ചെയ്യേണ്ടത്. എന്താ ഡെബിറ്റ് ചെയ്യേണ്ടത്? ബീസ് കറണ്ട് അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ബീസ് കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തത് കൊണ്ട് ഓട്ടോമാറ്റിക് മനസ്സിലാക്കേണ്ടത് അതിന്റെ ഒരു ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ഡെബിറ്റ് ബാലൻസ് ആണെങ്കിൽ അത് ഒന്നെങ്കിൽ അസറ്റ് ആയിരിക്കും, എക്സ്പെൻസ് ആയിരിക്കും. നമ്മൾ ഇനി P&L അക്കൗണ്ട് ഒന്നും പ്രിപ്പയർ ചെയ്യില്ല, ബാലൻസ് ഷീറ്റ് ആണ്. ബാലൻസ് ഷീറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ബീസ് കറണ്ട് അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. മക്കളെ ഇതെല്ലാം ജേർണൽ എൻട്രി ആണ്. ബീസ് കറണ്ട് അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതുകൊണ്ട് അത് അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യാം? അവിടെ പോസ്റ്റ് ചെയ്യാം. ഇത് അതേപോലെ ജേർണൽ എൻട്രി വിഡ്രോ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ് എന്നാണ്. ക്യാഷ് വിഡ്രോ ചെയ്യാത്തതുകൊണ്ട് എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു എസ് കറണ്ട് അക്കൗണ്ട്. എസ് കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യണം. എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ലയബിലിറ്റി ആയിട്ട്. കാരണം എന്താ? ക്രെഡിറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ അത് ക്രെഡിറ്റ് ബാലൻസ് ആവും ഓട്ടോമാറ്റിക്കലി. ക്രെഡിറ്റ് ബാലൻസ് ആകുമ്പോൾ അത് 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ലയബിലിറ്റി, അല്ലെങ്കിൽ ക്യാപിറ്റൽ, അല്ലെങ്കിൽ ഇൻകം. ഇത് ക്യാപിറ്റൽ ആണ്. കറണ്ട് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ബാലൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ലയബിലിറ്റി ആയിട്ട് ട്രീറ്റ് ചെയ്യുക. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഫൈൻ. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാന്ന് പ്രോബ്ലം ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ മക്കളെ. പഠിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒന്നുമില്ല. ഇതും പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ എന്തായാലും കിട്ടും. അതിന്റെ അപ്പുറം ഒന്നുമില്ല, അതിന്റെ അപ്പുറം ഒന്നും പറയാനില്ല. ഓക്കെ, ശ്രദ്ധിക്കല്ലാവരും. ഞാൻ ഒരു ഒറ്റ ക്വസ്റ്റ്യൻ ചെയ്യും, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഹിഡൻ ഗുഡ്വിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. മെമ്മറോണ്ടോ റിവാലുവേഷൻ, അത് രണ്ടും എടുത്തരും. വെയിറ്റ്. ഓക്കെ, ഇല്ലസ്ട്രേഷൻ 6 ആണ് ഞാൻ ചെയ്യാൻ പ്ലാൻ ചെയ്തത്. കാരണം അതിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനൊരു ട്രീറ്റ്മെന്റ് മനസ്സിലാക്കണം. എല്ലാവർക്കും അത് പെട്ടെന്ന് ക്ലിക്ക് ആവില്ല. ഞാൻ അതുകൊണ്ടാണ് ഇത് മെയിൻ ആയിട്ട് ചെയ്യുന്നത്. Illustration 6. A and B are in the partnership sharing profits and loss in the proportion of 3/4 and 1/4. 3/4 1/4 ആണ് ഓൾഡ് റേഷ്യോ. ഓക്കെ, ഞാൻ അപ്പം തന്നെ എഴുതി വെച്ച്. നിങ്ങൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ എഴുതി വെക്കണം. ഇനി എന്റെ സ്റ്റൈൽ ഓഫ് ഡൂയിങ്. ഓക്കെ, പ്രോബ്ലം ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ഒരു വട്ടം ഫസ്റ്റ് നമ്മളൊന്ന് റഫായിട്ട് വായിക്കാം. ആ റഫായിട്ട് വായിക്കുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യും, ഞാൻ പഠിപ്പിച്ചു തരും, കാണിച്ചാൽ.
പിന്നെ 3:1 and their balance sheet as on 31st March 2020 was as follows. Cash 1,000 rupees. Okay, cash 1,000 rupees. ബാലൻസ് ഷീറ്റ് സാധാരണ രീതിയിൽ തരേണ്ടതാണ്. അവർ ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല, പ്രശ്നമൊന്നുമില്ല. ക്യാഷ് തന്നിട്ടുണ്ട്, ട്രേഡ് റിസീവബിൾസ് തന്നിട്ടുണ്ട്, ഇൻവെന്ററി തന്നിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ട്രേഡ് പേയബിൾസ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇത് ടാലി ആവും. ബാലൻസ് ഷീറ്റ് തരാത്തൊന്നും വലിയ പ്രശ്നമല്ല കേട്ടോ. പിന്നെ on 1st April 2020 they admitted C into partnership on the following terms. C to purchase 1/3 of the goodwill for 2,000 and provide 10,000 as capital. Goodwill will not appear in books. Goodwill balance sheet ഉണ്ടാവില്ല എന്ന് പറയും, നമുക്കറിയാതെ. സെൽഫ് ജനറേറ്റഡ് ഗുഡ്വിൽ ആണെങ്കിൽ ആ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ ഗുഡ്വിൽ എന്ന് പറയുന്നത് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഗുഡ്വിൽ ഉണ്ടാവില്ല. ഈ വേർഡ് കണ്ടാൽ നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട, ജസ്റ്റ് ഇഗ്നോർ ഇറ്റ്. ഓക്കെ, ഇഗ്നോർ ചെയ്താൽ മതി. Future profit and losses are to be shared A, B and C equally. Okay, future profit sharing ratio എന്ന് പറയുന്നത് എന്താണ്? 1:1:1. Plant and machinery is to be reduced by 10% and 500 is to be provided for estimated bad debts. Inventory is to be taken at a valuation of 24,940. അടുത്ത വേർഡ് നോക്കിക്കോ. By bringing in or withdrawing cash and capital of A and B are to be made proportionate. മക്കളെ, proportionate എന്ന് പറഞ്ഞാൽ capital adjustment ആണ്. Proportionate to that of C on their profit sharing basis. അതായത് എയും ബിയും എന്ത് ചെയ്യണം, ക്യാപിറ്റൽ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ പ്രപ്പോർഷനേറ്റ് ആക്കണം. ആരത് ബേസ് ചെയ്തിട്ട്? സിന്റെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട്, പുതിയ പാർട്ണറിന്റെ ക്യാപിറ്റലിനെ ബേസ് ചെയ്തിട്ട്. ഓക്കെ, set out entries to the above arrangements in the firm's journal and give the partners capital accounts in tabular form. മക്കളെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളോട് ജേർണൽ എൻട്രി ഞാൻ ചോദിച്ചത്, ജേർണൽ എൻട്രി ചോദിച്ചു കഴിഞ്ഞാൽ ജേർണൽ എൻട്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ചോദിച്ചാൽ ചെയ്യാൻ പറ്റും, വായിക്കുന്നതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ മുതലാണ് ജേർണൽ എൻട്രി വരാം. ഇവിടെ മുതൽ അഡ്ജസ്റ്റ്മെന്റ് 1 മുതലാ വരാം. എന്താ വരാ? ഗുഡ്വില്ലെ ജേർണൽ എൻട്രി, ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ജേർണൽ എൻട്രി, റീവാലുവേഷന്റെ ജേർണൽ എൻട്രി, പിന്നെ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ജേർണൽ എൻട്രി. ഇതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ ഞാനത് ചെയ്യാൻ പോകും. ഫസ്റ്റ് റീവാലുവേഷൻ. ഓക്കെ, ഓക്കെ, നമ്മൾ എങ്ങനെ ചെയ്യാൻ തുടങ്ങുന്നത് വെച്ചാൽ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കണം. ഓക്കെ, ഓൾഡ് റേഷ്യോ 3:1, ഓൾഡ് റേഷ്യോ 3:1. ഓക്കെ, പിന്നെ അത് അവിടെ എഴുതി വെച്ചു. ഓക്കെ, എഴുതി വെക്കണം, കാരണം എന്താ വെച്ചാൽ വർക്കിംഗ് വേണം, നമുക്ക് എത്ര സാക്രിഫൈസ് റേഷ്യോയിലും കണ്ടുപിടിക്കണം. എന്നിട്ട് നമ്മളോട് പറയുന്നത് ബാലൻസ് ഷീറ്റിലെ കാര്യങ്ങൾ. ഫസ്റ്റ് ക്യാഷ് എവിടെയാണ് ട്രീറ്റ് ചെയ്യാം? നിങ്ങൾ ബാലൻസ് ഷീറ്റ് വായിക്കുമ്പോൾ ബാലൻസ് ഷീറ്റിൽ ഓരോ ഐറ്റംസ് വായിക്കാം. ഓക്കെ, ബാലൻസ് ഷീറ്റിലെ ഓരോ ഐറ്റംസും വാങ്ങിക്കാം. അത് എവിടെയാണോ പോസ്റ്റ് ചെയ്യേണ്ടത് അവിടെ തന്നെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. ക്യാഷ് എന്ന് പറയുന്ന ഒരു അസറ്റ് ആണ്, അത് എന്ത് ചെയ്യണം? അസറ്റ് സൈഡ് കാണിക്കണം ബാലൻസ് ഷീറ്റിൽ. റീവാലുവേഷൻ അക്കൗണ്ട് കാണിക്കണം? വേണ്ട. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് കാണിക്കണം? വേണ്ട. എവിടെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്? ബാലൻസ് ഷീറ്റിൽ. ഓക്കെ, ബാലൻസ് ഷീറ്റിൽ എവിടെയാണ്? അസറ്റ് സൈഡിൽ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ലിക്വിഡിറ്റിന്റെ ബേസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ക്യാഷ് താഴെ എഴുതുന്നത് ക്യാഷ് 1,000 rupees. സർ, എന്തുകൊണ്ടാണ് ഇന്നർ കോളത്തിൽ ചെയ്തത്? മക്കളെ മനസ്സിലാക്കിക്കോ, അഡ്ജസ്റ്റ്മെന്റ് ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്നർ കോളത്തിലാണ് ചെയ്യേണ്ടത്. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഔട്ടർ കോളത്തിൽ. അഡ്ജസ്റ്റ്മെന്റ് ഉള്ള എല്ലാ കാര്യങ്ങളും ഇന്നർ കോളത്തിൽ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്ത കാര്യങ്ങൾ ഔട്ടർ കോളത്തിൽ. പറയുന്ന മനസ്സിലായി? സർ, ക്യാഷിന് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഉണ്ട്. ഒരാൾ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? കൊണ്ടുവരും. ഗുഡ്വിൽ കൊണ്ടുവരുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? അഡ്ജസ്റ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഇന്നർ കോളത്തിൽ ട്രീറ്റ് ചെയ്യണം. ഇതാണ് എന്റെ സ്റ്റൈൽ ഓഫ് ഡൂയിങ്. വായിക്കുന്നതിനനുസരിച്ച് ചെയ്യണം. പിന്നെ ഇത് മൂന്നും വരച്ചിടണം. ഞാൻ അത്യാവശ്യം സ്പേസ് വിട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ചെയ്താൽ മതി. ഇതാകുമ്പോൾ ടൈം സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക. അടുത്തത് നെക്സ്റ്റ് ട്രേഡ് റിസീവബിൾ ആണ്. ട്രേഡ് റിസീവബിൾ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. ഓക്കെ, കാരണം ബാഡ് ഡെപ്റ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ട്രേഡ് റിസീവബിൾസ് 25,000 രൂപ ബാലൻസ് ഷീറ്റാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, കുറച്ച് സ്പേസ് വിട്ടിട്ട് ട്രേഡ് റിസീവബിൾസ് 25,000 രൂപ, അതും ഇന്നർ കോളത്തിൽ ചെയ്തു. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ബാലൻസ് ഷീറ്റിലുള്ള എല്ലാ ഐറ്റംസും ഒരു വട്ടം നമ്മൾ ട്രീറ്റ് ചെയ്യും. അഡ്ജസ്റ്റ്മെന്റ്സിലുള്ള കാര്യങ്ങൾ എല്ലാം 2 വട്ടം ട്രീറ്റ് ചെയ്യണം. ഇതും ഒരു ലോജിക്കാണ്. അഡ്ജസ്റ്റ്മെന്റിലുള്ള കാര്യങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? 2 പ്രാവശ്യം ചെയ്യണം. ഓക്കെ, ബാലൻസ് ഷീറ്റിലുള്ളത് ഓൾറെഡി ജേർണൽ എൻട്രി ത്രൂ ചെയ്യുന്നതുകൊണ്ട് ഒരു വട്ടേ ചെയ്യേണ്ടത്. നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോ ഇത് ഒരു വട്ടേ ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഞാനിത് ഒരു വട്ടേ ചെയ്യും. ക്യാഷ് ഒരു വട്ടം ചെയ്തു, ട്രേഡ് റിസീവബിൾസ് ഒരു വട്ടം ചെയ്തു. നെക്സ്റ്റ് ഇൻവെന്ററിക്കും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇൻവെന്ററി എന്ത് ചെയ്യുക? ബാലൻസ് ഷീറ്റിൽ ഇന്നർ കോളത്തിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഇൻവെന്ററി 22,000. If I am right, 22,000. Okay, inventory 22,000. നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത്
പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. പ്ലാന്റ് ആൻഡ് മെഷീനറിക്കും എന്തുണ്ട്, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് അതും ഇന്നർ കോളത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി 4000 rupees. ഓക്കെ, വായിക്കാം, നിങ്ങൾക്ക് എന്താണോ മനസ്സിലായത് അത് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്താൽ തന്നെ കുറേ ഭാഗം നിങ്ങൾ ട്രീറ്റ് ചെയ്തു, ഒരു കാര്യം മറക്കൂല. അത് മാത്രമല്ല നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു 75% മാർക്കും കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ട്രേഡ് പേയബിൾസ് 12,000. ട്രേഡ് പേയബിൾസ് എന്ന് പറഞ്ഞാൽ ലയബിലിറ്റി ആണ്. ലയബിലിറ്റിക്ക് അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയാത്തതുകൊണ്ട് തന്നെ ഔട്ടർ കോളത്തിൽ. ഓക്കെ, ട്രേഡ് പേയബിൾസ് ഇത്ര എമൗണ്ട് പറഞ്ഞത് 12,000 രൂപ. ഓക്കെ, 12,000 രൂപ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്രേഡ് പേയബിൾസ് അതിനെ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റും ലയബിലിറ്റി ആണ്. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഫസ്റ്റ് ഒരു വട്ടം ക്വസ്റ്റ്യൻ വായിക്കാം. ക്വസ്റ്റ്യൻ ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഓർമ്മ വരും ഏതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട്, ഏതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, 15,000 ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഔട്ടർ കോളത്തിൽ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എസ് ക്യാപിറ്റലും ബീസ് ക്യാപിറ്റലും. മക്കളെ, എസ് ക്യാപിറ്റലും ബീസ് ക്യാപിറ്റലും ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്തിട്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് കൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ് ട്രീറ്റ് ചെയ്യുന്നത്. നമ്മൾ സെപ്പറേറ്റ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. എങ്ങനെ ട്രീറ്റ് ചെയ്യാം, ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ്, ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ. ചിലപ്പം ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവാം, ഒന്നും പറയുന്നില്ലെങ്കിൽ ക്രെഡിറ്റ് ബാലൻസ് 15,000 10,000. സർ, സിക്ക് എന്താ ബാലൻസ് ഇല്ലാത്ത? സി പുതിയതായിട്ട് വന്നതാണ്, പണ്ടത്തെ ബാലൻസ് ഉണ്ടാവില്ല. ഓക്കെ, 10,000. നിങ്ങൾ നോക്കിയാട്ടെ, നമ്മളിപ്പം വായിച്ച ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് എല്ലാം ഒരു വട്ടം ട്രീറ്റ് ചെയ്തു. അത് ബാലൻസ് ഷീറ്റാണ്. സാധാരണ ക്വസ്റ്റ്യനിൽ ബാലൻസ് ഷീറ്റ് തെറ്റി, ഇവിടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടില്ല എന്നുള്ളൂ. എല്ലാം ഒരു വട്ടം നമ്മൾ ട്രീറ്റ് ചെയ്തത്. ഓക്കെ, പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ്, സി ടു പർച്ചേസ് 1/3 ഓഫ് ദ ഗുഡ് വിൽ ഫോർ 2,000 rupees. ഓക്കെ, അതായത് സിന്റെ 1/3 ഗുഡ് വിൽ എന്ന് പറയുന്നത്, അതായത് സിന്റെ ഷെയർ കൊടുക്കുന്നത് 1/3 ആണ്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഫുൾ ആയിട്ട് വായിച്ചപ്പോൾ 1/1 ആണ് പുതിയ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഓക്കെ, 1/3 ഗുഡ് വിൽ എന്ന് പറയുന്നത് 2,000. മക്കളെ മനസ്സിലാക്കേണ്ടത്, സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യനിൽ തന്നത് സിന്റെ ഷെയർ ഓഫ് ഗുഡ് വില്ലാണ്. നമുക്ക് ഇവിടെ ഗുഡ് വില്ലിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. സിന്റെ ഷെയർ ഓഫ് ഗുഡ് വിൽ എത്രയാണ്? 2,000 rupees. ഈ 2,000 rupees സി കൊണ്ടുവന്നിട്ട് ആർക്ക് കൊടുക്കണം? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് കൊടുക്കണം. ഏത് റേഷ്യോയില്? സാക്രിഫൈസിങ് റേഷ്യോയിൽ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നമ്മൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് ഇല്ല, ഗുഡ് വിൽ ഓൾറെഡി അപ്പിയറിംഗ് ഇൻ ദ ബാലൻസ് ഷീറ്റ് ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസ് ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് ബാലൻസ് ഇല്ല. ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? ഉണ്ടെങ്കിൽ നമ്മൾ ആ ജേർണൽ എൻട്രി പാസ് ചെയ്യും. ക്യാപിറ്റൽ അക്കൗണ്ടിലും ട്രീറ്റ് ചെയ്യണം, ബാലൻസ് ഷീറ്റിൽ ട്രീറ്റ് ചെയ്യണ്ട, 0 വാല്യൂ. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നുണ്ട് എല്ലാവർക്കും? ഇതുവരെ ഓക്കെ ആണോ? 2,000 ഗുഡ് വില്ല് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതേപോലെ ക്യാപിറ്റൽ 10,000 ആണെന്ന് പറയുന്നുണ്ട്. ക്യാപിറ്റൽ 10,000 ആണെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അതിന്റെ ജേർണൽ എൻട്രി പാസ് ചെയ്യാം. സാർ, അന്നേരം ഗുഡ് വില്ല് എന്താ പാസ് ചെയ്യാതെ? നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കണ്ടുപിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, എന്നാൽ നമ്മൾ എന്ത് ചെയ്യുക? ഗുഡ് വില്ല് ക്യാപിറ്റൽ കൊണ്ടുവരുന്നതിന്റെ ജേർണൽ എൻട്രി, ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ എത്ര എമൗണ്ട്? 10,000 rupees. ഇഫ് ഐ ആം റൈറ്റ്, 10,000 rupees. ഓക്കെ, 10,000 rupees ആണ് ക്യാപിറ്റൽ. അത് അപ്പം തന്നെ ക്യാപിറ്റൽ അക്കൗണ്ടിലും കാണിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതൊക്കെ അഡ്ജസ്റ്റ്മെന്റ് രണ്ടിടത്ത് ട്രീറ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടിലും കാണിക്കണം. ഓക്കെ, ആഡ് സീസ് ക്യാപിറ്റൽ എത്രയാ? 10,000. പറയുന്ന മനസ്സിലാകുന്നുണ്ട്? രണ്ട് ട്രീറ്റ്മെന്റ് നമ്മൾ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, നെക്സ്റ്റ് വൺ, ഫർദർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആർ ടു ബി ഷെയർഡ് ബൈ ABC ഈക്വലി. അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യാം? ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് 1:1:1 ആണ്. നമ്മൾ എന്ത് ചെയ്യാം? സാക്രിഫൈസിങ് റേഷ്യോ എല്ലാം കണ്ടുപിടിക്കാം. ഓക്കെ, സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾ റേഷ്യോ എന്ന് പറഞ്ഞാൽ 3/4 മൈനസ് 1/3. 3 into 3, 1 into 4, that is equal to 9 minus 4/12, that is equal to 5/12. Okay, 5/12 ആണ് and sacrificing ratio. All ratio minus new ratio ആണ് sacrificing ratio. B ന്റെ sacrificing ratio എന്ന് പറയുന്നത് 1/4 minus 1/3, that is equal to 12 തന്നെയാണ് വരാ. 12 എന്ന് പറയുമ്പോൾ 3 into 1 minus 4 into 1. Okay, that is equal to minus 1/12. Okay, therefore it means it is a gaining ratio. Okay, it is a gaining ratio. Correct all the calculations? 4 3 are 12, 4 3 into 1. Yes. Okay,
കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ എന്ത് ചെയ്യും ഈ ഓൾറെഡി ഉള്ള പാർട്ട്ണറും ഗെയിനിങ് പാർട്ട്ണർ ആവാം ഓക്കെ. അന്നേരം ഗെയിനിങ് പാർട്ട്നേഴ്സ് മൊത്തം കൊണ്ടുവരണമെന്നാണ് ഞാൻ നിങ്ങളോട് പഠിപ്പിച്ചു തന്നത് ഓക്കെ. അതുകൊണ്ട് തന്നെ മക്കളെ ശ്രദ്ധിച്ചോ. ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഓക്കെ, ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അതായത് എന്ത് ചെയ്യണം, ഓക്കെ ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി ഉണ്ട്, സി ടു പർച്ചേസ് എന്ന് മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ സി ടു പർച്ചേസ് എന്ന് പറയുന്നത് ഗുഡ് വില്ല് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പറയും, അവർ ഗുഡ് വില്ല് സ്പെസിഫിക് ആയിട്ട് കൊണ്ടുവരുന്നത് തന്നെ പറയും ജേണൽ എൻട്രി ഓക്കെ. ഇവിടെ പർച്ചേസ് ഈ ഷെയർ, അയാളെ ഷെയർ 1/3 ഷെയറിന് ഇത്രയാ ഗുഡ് വിൽ എന്ന് പറയുന്നുള്ളൂ, കൊണ്ടുവരുന്നതെന്ന് പറയുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് കൊണ്ടുവരാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ജേണൽ എൻട്രി എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓക്കെ, എസ് ക്യാപിറ്റൽ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി പാസ് ചെയ്യേണ്ടത്. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? അല്ല വേണ്ട, പർച്ചേസ് എന്ന് പറയുന്നില്ലേ ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ, പർച്ചേസ് എന്ന് പറയുന്നത് ക്യാഷ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്താൽ. ജേണൽ എൻട്രി ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേണൽ എൻട്രി. ഓക്കെ ആണ് എല്ലാവരും? സർ എത്രയാണ് എമൗണ്ട്? ഓക്കെ, എത്ര എമൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, അയാൾ കൊണ്ടുവരുന്നത് 2000, അയാൾ കൊണ്ടുവരുന്നത് 2000. എന്നിട്ട് ബി എത്ര കൊണ്ടുവരണം? ബി എത്ര കൊണ്ടുവരണം? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക എല്ലാവരും. ശ്രദ്ധിക്കേണ്ടത് ഷെയറിംഗ് റേഷ്യോ ഓക്കെ. വൺ ബൈ ത്രീ ആണ് പുതിയ ആളെ ഷെയർ ഓക്കെ. അത് നമ്മൾ എന്ത് ചെയ്യുന്നത്, 12ലേക്ക് ഡിനോമിനേറ്ററിൽ സെയിമിലേക്ക് ആക്കണമെങ്കിൽ 4 മൾട്ടിപ്ലൈ ചെയ്താൽ മതി ഓക്കെ. നിങ്ങൾക്ക് അന്നേരം എന്ത് കിട്ടും? 4/12 കിട്ടും ഓക്കെ. അന്നേരം ഗെയിനിങ് റേഷ്യോ എന്ന് പറയുന്നത് 4:1 ആണ്. എത്രയാണ്? 4:1 ഓക്കെ. 4 നമുക്ക് എങ്ങനെ കിട്ടിയത്? 1/3 ആണ് അയാളെ ഗെയിൻ. ആക്ച്വൽ ഗെയിൻ എത്രയാ? 1/3. അത് നമ്മൾ 12ലേക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? 4 മൾട്ടിപ്ലൈ ചെയ്യുക ഓക്കെ. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 4/12 കിട്ടും. ഗെയിനിങ് റേഷ്യോ എത്രയാവും? അന്നേരം 4:1 ആവും. എത്രയാവും? 4:1. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 4 ഷെയറിന് 2000 കൊണ്ടുവന്നു. 2000 രൂപ എത്ര ഷെയറിനെ കൊണ്ടുവന്നേ? 4 ഷെയർ. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിന് എത്രയാ? 500 രൂപ. എത്രയാന്ന്? 500 രൂപ. എന്നിട്ട് എന്ത് ചെയ്യാ? ബി കൊണ്ടുവരുന്ന എമൗണ്ട് 500 രൂപ ഓക്കെ. ഇതാണ് ജേണൽ എൻട്രി. പറയുന്നത് മനസ്സിലാവുന്നില്ല? എല്ലാം നമ്മളായ പ്രപ്പോഷൻ ബേസ് ചെയ്തിട്ട് ഓക്കെ. ഇതാണ് ജേണൽ എൻട്രി. ഈ ജേണൽ എൻട്രി നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റ് ചെയ്യണം ഓക്കെ. ശ്രദ്ധിച്ചു എല്ലാവരും. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫസ്റ്റ് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് നമുക്ക് ഇത് പോസ്റ്റ് ചെയ്യാം. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ടു സീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി പാസ് ചെയ്യാം. എത്ര എമൗണ്ട്? ഞാൻ പറഞ്ഞ നിങ്ങളോട് റെസ്പെക്റ്റീവ് എമൗണ്ട്, നിങ്ങൾ എത്രയാണോ ബീസിന്റെ ക്യാപിറ്റൽ കാണിക്കുന്നത് അതാണ് നിങ്ങൾ ആ ലെഡ്ജർ അക്കൗണ്ട് കാണിക്കേണ്ടത്. എത്ര എമൗണ്ട്? 500 rupees ഓക്കെ. എത്രയാ? 500 rupees. ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. സീന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് സോറി ഓക്കെ. അത് നമ്മൾ ബിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്തു. അതിനടുത്ത ക്യാഷ് അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യാം. ക്യാഷ് അക്കൗണ്ട് എവിടെയാ ഉള്ളത്? ആഡ് ഗുഡ് വിൽ ബ്രോട്ട് ഇൻ. ഗുഡ് വിൽ ബ്രോട്ട് ഇൻ എത്രയാണ്? 2000 രൂപ ഓക്കെ. അതും ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ. കാരണം ഡെബിറ്റും ട്രീറ്റ് ചെയ്യണം, ക്രെഡിറ്റും ട്രീറ്റ് ചെയ്യണം. അതിനടുത്ത് എന്ത് ചെയ്യണം? സീന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. സീന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ജേണൽ എൻട്രി ബൈ ക്യാഷ് ബൈ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഓക്കെ. ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് 2000 രൂപ ഓക്കെ. പിന്നെ ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 500 രൂപ. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ചെയ്തത് മനസ്സിലായിനാ? ഒന്നുമില്ല, ആ ജേണൽ എൻട്രി പോസ്റ്റിംഗ് അത്രയേ ഉള്ളൂ ഓക്കെ ആണോ? സർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെറ്റീരിയൽ എങ്ങനെ ചെയ്യുന്നത്? അത് വിട്ട് വെയിറ്റ് ഇങ്ങനെ ചെയ്താൽ മതി ഓക്കെ. ഓക്കെ ശ്രദ്ധിക്കല്ല. ഗുഡ് വില്ല് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇനി ഇതിന്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇതിനകത്ത് പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് ടു ബി റെഡ്യൂസ്ഡ് ബൈ 10%. പ്ലാന്റ് ആൻഡ് മെഷീനറി 10% കുറയണം എന്ന് പറഞ്ഞാൽ ജേണൽ എൻട്രി റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റർ ടു എന്താണ്? പ്ലാന്റ് ആൻഡ് മെഷീനറി
പ്ലാന്റ് മെഷീനറി കുറയണമെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ചെയ്യുക. ഓക്കെ, പ്ലാന്റ് മെഷീനറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 4000 ആണ്. 4000ന്റെ 10% എന്ന് പറയുമ്പോൾ 400 രൂപ. മക്കളെ ഡിക്രീസും ഇൻക്രീസും മാത്രമേ ഇവിടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, റീവാലുവേഷനിൽ ട്രീറ്റ് ചെയ്യാം. ഓക്കെ, 400 രൂപ. 400 രൂപ ഡിക്രീസ് ആണ്. ഇത് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ടുള്ളൂ. 2 ട്രീറ്റ്മെന്റ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ലെസ് ഡിക്രീസ് 400 രൂപ. ഓക്കെ, അപ്പം തന്നെ ട്രീറ്റ് ചെയ്യാം. 2 ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ 500 is to be provided for estimated bad debts. ബാഡ് ഡെപ്റ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? 500 പ്രൊവൈഡ് ചെയ്യുന്ന റീവാലുവേഷൻ അക്കൗണ്ട് ഡെപ്റ്റ് ടു ബാഡ് ഡെപ്റ്റ്. ഓക്കെ, എത്ര എമൗണ്ട്? 500 rupees. ഓക്കെ, മനസ്സിലാക്കേണ്ട കാര്യം, റീവാലുവേഷൻ ബാഡ് ഡെപ്റ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മുടെ ട്രേഡ് റിസീവബിൾസ് കുറയും. 300 രൂപ അവിടുന്ന് കുറക്കാം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് inventory is to be taken at a valuation of 24,940. 22,000 ഉള്ള അസറ്റിന്റെ വാല്യൂ 24,940 ആവണമെന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഇൻ അസറ്റ് ആണ് ജേർണൽ എൻട്രി. ഇൻവെന്ററി അക്കൗണ്ട് അപ് ടു റീവാലുവേഷൻ, അത് റീവാലുവേഷൻ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ട്രീറ്റ് ചെയ്യുക. ബൈ ഇൻവെന്ററി 2,940. 2,940. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇൻവെന്ററിന്റെ അടുത്ത് ആഡ് എന്ന് പറഞ്ഞിട്ട് ഇൻക്രീസിന് എഴുതിയാൽ മതി, ചിഹ്നൊന്നും കാണിച്ചേക്കല്ല. 2,940. ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പം പോസ്റ്റ് ചെയ്ത് രണ്ടെടുത്തു. കാരണം എന്താ പറയുക, മറക്കാൻ പറ്റൂല. നമ്മൾ മറന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് ടാലി ആക്കാൻ വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളോട് എന്താ പറയുന്നത്? പിന്നെ നമ്മളോട് പറയുന്നത് വെച്ചാൽ ക്യാപിറ്റൽ പ്രപ്പോർഷനേറ്റ് ആക്കണം എന്നാണ്. ക്യാപിറ്റൽ പ്രപ്പോർഷനേറ്റ് ആക്കണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യണമെങ്കിൽ അതിന് മുന്നേ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യണം. ശ്രദ്ധിച്ചു എല്ലാവരും? റീവാലുവേഷൻ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. 2,940 ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതൽ. ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ അതിന്റെ അർത്ഥം പ്രോഫിറ്റ് ആണ്. ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ. എത്രയാ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ? 2,040. ഓക്കെ, ഇത് ആർക്കുള്ളതാ? എക്കും ബിക്കും മാത്രം. സിക്ക് ഉണ്ടാ? ഇല്ല, സിക്കില്ല. 2,040 into 3/4, that is equal to 1530. ഓക്കെ, 2,040 divided by 4 എന്ന് പറയുന്നത് 510. ഓക്കെ, ഇതാണ് ഷെയർ. 3:1 ഓൾഡ് റേഷ്യോ. നമ്മൾ ഇതിന്റെ ലോജിക്കലിൽ ഓൾറെഡി പറഞ്ഞതാണ് മക്കളെ. ഇതിന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഓൺ റീവാലുവേഷന്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് റീവാലുവേഷൻ അക്കൗണ്ട് അപ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്, ബിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. നിങ്ങൾ ഇത് ഒരു ട്രീറ്റ്മെന്റ് ഇവിടെ ചെയ്തു. രണ്ടാമത്തെ ട്രീറ്റ്മെന്റ് എവിടെ ചെയ്യണം? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണം. ബൈ റീവാലുവേഷൻ. ലോസ് ആണെങ്കിൽ ഡെബിറ്റ് സൈഡ്, പ്രോഫിറ്റ് ആണെങ്കിൽ ക്രെഡിറ്റ് സൈഡിൽ. എത്രയാണ്? 1530 510. ഓക്കെ, 510. ദാറ്റ്സ് ഇറ്റ്. ഇതുവരെ ചെയ്തതെല്ലാം ഓക്കെ ആണോ? ഇനി നമ്മൾ ഇതുവരെ എല്ലാം ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ഞാനിവിടെ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ബാലൻസ് ചെയ്യുമ്പോൾ 16,530, 10,510, 12,500. ഓക്കെ, ബാലൻസ് ക്യാരിഡ് ഓൺ, സോറി, ബാലൻസ് ക്യാരിഡ് ഓൺ റൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. വെയിറ്റ്. ഓക്കെ, സോറി, ജേർണൽ എൻട്രി തെറ്റിപ്പോയി. ഞാൻ പറഞ്ഞത് ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ, ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. എ ആണ് ഗെയിനിങ് പാർട്ണർ, അത്ര എ ആണ് സാക്രിഫൈസിങ് പാർട്ണർ. ഏക്കാണ് എന്നിട്ട് അത് കൊടുക്കേണ്ടത്. ഓക്കെ, അത് ഓട്ടോമാറ്റിക് നമ്മൾ എന്ത് ചെയ്തു? പോസ്റ്റിങ്ങിലും തെറ്റിച്ചു. ഓക്കെ, ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെപ്റ്റർ ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ബൈ ബീസ് ബൈ ക്യാഷ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എവിടെയാണ് കാണിക്കേണ്ടത്? സിന്റെ കയ്യിലല്ല, അത് കാണിക്കേണ്ടത് എന്റെ അടുത്താണ്. എക്ക് ക്യാഷ് ആയിട്ട് 2,000 കിട്ടും. അതുപോലെ 500 എന്തായിട്ട് കിട്ടും? ക്യാപിറ്റൽ ത്രൂ അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടും കിട്ടും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, സോറി. ഓക്കെ, നിങ്ങൾ എന്നെക്കാട്ടിയും സൂപ്പർ ആണ്, പക്ഷെ എന്തോ മൈൻഡ് ഔട്ട് ആയിപ്പോയി. ശ്രദ്ധിക്കുക, നിങ്ങൾ ബാലൻസ് ചെയ്യുക. 10,000 കിട്ടും. ഓക്കെ, $10,510 10,010 കിട്ടും. 15,000 പ്ലസ് 2,500 പ്ലസ് 1,530, 19,030 കിട്ടും.
ഓക്കെ 19,030 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആണ്. ഐറ്റംസ് മൈനസ് ചെയ്യേണ്ടത് 19,000 തന്നെ കിട്ടും. നിങ്ങൾക്ക് ബാലൻസ് കിട്ടി 19,030, 10,010 ആൻഡ് പിന്നെ മൂന്നാമത്തെ 10,000 റുപ്പീസ്. ഇങ്ങനെ 3 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുക. കാരണം ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രം ഇത് എക്സ്റ്റെൻഡ് ചെയ്താൽ മതി മക്കളെ. അല്ലാത്ത കേസിൽ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇത് ചെയ്യാം, എക്സ്റ്റെൻഡ് ചെയ്യാം. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ടു ബാലൻസ് ക്യാരിഡ് ഓൺ. ഇവിടെ ടു ബാലൻസ് ക്യാരിഡ് ഓൺ എഴുതുന്നതിന് മുന്നേ അത് ഫസ്റ്റ് കണ്ടുപിടിക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത് 1:1 ആണ് റേഷ്യോ. സിന്റെ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 10,000 ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം എന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കും, 10,000. ബിന്റെ ക്യാപിറ്റൽ എത്രയായിരിക്കും, 10,000. എന്തുകൊണ്ട് 1:1 എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരു ഷെയറാന്ന് എല്ലാവർക്കും ഉള്ളു. എല്ലാവരും 10,000 വെച്ചിട്ട് ക്യാപിറ്റൽ ആക്കിയാൽ മതി. അപ്പൊ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ 10,000 എഴുതി വെക്കാം. 10,000. ഓക്കെ, ഈ എമൗണ്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റിൽ കാണിക്കേണ്ടത്. അപ്പൊ തന്നെ നമ്മൾ മറക്കാണ്ട് എന്ത് ചെയ്യാം, ക്യാപിറ്റൽ അക്കൗണ്ട് ABC 10K that is equal to 30,000. ഓക്കെ, അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം നിങ്ങൾ 10K എന്നുള്ള രീതിയിൽ പഠിക്കേണ്ട. അടുത്ത പ്രാവശ്യം ആദ്യം ഒന്നുകൂടി എക്സാം എഴുതാൻ പറ്റും. ഓക്കെ, കാരണം മാർക്ക് കിട്ടൂല. നെക്സ്റ്റ് ബൈ ബാലൻസ് ബ്രോട്ട് ഡൗൺ ചെയ്യാം. 19,030, 10,010, 10,000 റുപ്പീസ്. ഇതാണ് ബാലൻസസ്. ഓക്കെ, ഇത് ബാലൻസസ് ആയാലും നിങ്ങൾ എന്ത് ചെയ്യുക, കമ്പയർ ചെയ്യാം. 10,000 ക്യാപിറ്റൽ വേണ്ട ഉള്ളത് 19,030 ഉള്ളത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടു ക്യാഷ്. ഓക്കെ, എത്രയാണ്, 9,030. ഓക്കെ, 9,030. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഇതിന്റെ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ക്യാഷ് അക്കൗണ്ട് കാണിക്കലാണ്. ക്യാഷ് അക്കൗണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ലെസ് എസ് വിഡ്രോവൽ. എ വിഡ്രോ ചെയ്യുന്നത് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക, 9,030. ഓക്കെ, 9,030. ഇഫ് ഐ എം റൈറ്റ്, 9,030. നെക്സ്റ്റ് എന്ന് വെച്ചാൽ 10,000 10 ക്യാപിറ്റൽ ഉള്ളത് 10,000 വേണ്ടും. 10 രൂപ എന്ത് ചെയ്യുക, വിഡ്രോ ചെയ്യുക. ഓക്കെ, ഇതിനെ റൗണ്ട് ചെയ്യുക, നമുക്ക് ബാലൻസ് ഫിഗർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അതും നമ്മൾ എന്ത് ചെയ്യുക, ക്യാഷ് അക്കൗണ്ട് ട്രീറ്റ് ചെയ്യണം. കാരണം അത് വിഡ്രോ ചെയ്യുന്നു. എല്ലാ സമയവും ഇങ്ങനെ തന്നെ ആവണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പം എഡീഷനും വരാം. ഓക്കെ, ഇതൊന്നും ബൈഹാർട്ട് പഠിക്കരുത്, അതാ മനസ്സിലാക്കേണ്ടത്. വിഡ്രോവൽ ആകുമ്പോൾ മൈനസ്. ഓക്കെ, മൈനസ് ഇടാൻ മറക്കരുത്. കാരണം മൈനസ് ഇടാൻ വിട്ടുപോയിക്കാനും പിന്നെ നമ്മൾ എന്ത് ചെയ്യും, ആഡ് ചെയ്ത് പോകും. ഇപ്പൊ നമ്മൾ ഏകദേശം ആൻസർ മൊത്തം കവർ ചെയ്തു. ഓക്കെ, കവർ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ആക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക എല്ലാവരും. നമുക്ക് ലാബിലിറ്റി സൈഡ് പെട്ടെന്ന് നമുക്ക് ടോട്ടൽ കണ്ടുപിടിക്കാൻ പറ്റും. 12,000, 15,000, പിന്നെ അതിന്റെ കൂടെ 30,000 എന്ന് പറയുമ്പോൾ 57,000 കിട്ടും. ഓക്കെ, 4,400 പോയി കഴിഞ്ഞാൽ 3,600, 24,940 വരും. ഓക്കെ, നെക്സ്റ്റ് 24,500 വരും. ഓക്കെ, ഇതൊന്നും ഞാൻ ആൻസർ നോക്കി ചെയ്യുന്നതല്ല, നിങ്ങൾക്ക് അറിയാം. 10,000 കൂടെ 1,000 ആഡ് ചെയ്യുക, പിന്നെ അതിന്റെ കൂടെ 2,000 ആഡ് ചെയ്യുക, പിന്നെ അതിൽ നിന്ന് 9,030 മൈനസ് ചെയ്യുക, 10 രൂപയും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 3,960 കിട്ടും. ഓക്കെ, ഇതാണ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ബാലൻസ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. പക്ഷെ എക്സാമിന് ചോദിച്ചാൽ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ടൈം വേസ്റ്റ് ആവും. ഇനി 3,960 പ്ലസ് 24,500 പ്ലസ് 24,940 പ്ലസ് 3,600. മക്കളെ നിങ്ങൾ നോക്കിയാട്ടെ, 57,000 നമുക്ക് ടാലി ആയി. ഇതാണ് കൺസെപ്റ്റിന്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ ചെയ്ത് തീരുമ്പോൾ നമുക്ക് ടാലി ആയി. ഓക്കെ അല്ലേ എല്ലാവരും? ഇതേപോലെ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ജേർണൽ എൻട്രി പറയാം. നിങ്ങൾ വിചാരിക്കുന്ന വെച്ചാൽ ഇതൊരു വലിയ ക്വസ്റ്റ്യൻ അല്ല. വലിയ ക്വസ്റ്റ്യൻ കട്ട് ഇൻ ടു പീസസ്, സ്മോൾ പാർട്സ്. ഓക്കെ, സ്മോൾ പാർട്സിലേക്ക് മാറ്റാം. എന്നിട്ട് ആ ഓരോ പാർട്സ് എന്ന് പറഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനാണ്. ആ ഓരോ ട്രാൻസാക്ഷന്റെ ജേർണൽ എൻട്രി പറഞ്ഞാൽ സർ ഒരു ക്വസ്റ്റ്യനിൽ ഗുഡ്വിൽ വിഡ്രോൺ ബൈ പാർട്ണർ എന്ന് പറഞ്ഞു എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട. സാക്രിഫൈസ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ക്യാഷ്. പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ക്യാഷ് അക്കൗണ്ട് കുറക്കണം. ഇത്രയേ ഉള്ളൂ. സാറേ JLP ജോയിന്റ് ലൈഫ് പോളിസി സാറേ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. JLP എന്ന് പറഞ്ഞാൽ 3 ട്രീറ്റ്മെന്റ് പറയുന്നത്. ആ 3 ട്രീറ്റ്മെന്റ് അനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ ട്രീറ്റ്മെന്റ് മാത്രം ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾ JLP എന്ന് കാണുമ്പോൾ തന്നെ പേടിക്കാണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ നോക്കിയാൽ 1 hour ഞാൻ എടുത്തത്. 1 hour എടുത്തിട്ടില്ല ഞാൻ ഇത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്റെ സ്റ്റൈൽ ഓഫ് പഠിപ്പിക്കൽ അതങ്ങനെയാണ്, ഞാനതാ ഫോളോ ചെയ്യും. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചതിനെ കഴിഞ്ഞ് ഇനി
ലാസ്റ്റ് ഞാൻ മെമ്മോറാണ്ടം റീവാലുവേഷനും കൂടി പത്ത് പോകുകയെന്ന് മെമ്മോറാണ്ടം റീവാലുവേഷനും കൂടി പത്ത് ഞാൻ എന്ത് ചെയ്യുക ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുക. ഹിഡൻ ഗുഡ്വില്ലിനെ കുറിച്ചിട്ട് കുറേ ആൾക്ക് ഡൗട്ട് ഉണ്ട്, അതിനാ എടുക്കും, വെയിറ്റ് ചെയ്യും. നമുക്ക് പ്രയോറിറ്റി ഉണ്ട് പല കാര്യങ്ങളും. ഓക്കെ, അതിനനുസരിച്ച് പോവാം. മെമ്മോറാണ്ടം റീവാലുവേഷൻ എന്ന് പറഞ്ഞാൽ റീവാലുവേഷൻ തന്നെയാണ്, റീവാലുവേഷൻ അക്കൗണ്ട് തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ട് മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ റീവാലുവേഷൻ ഉണ്ട്, പക്ഷെ നമ്മളോട് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ റീവാല്യൂഡ് ഫിഗർ കാണിക്കാൻ പറ്റൂല. നിങ്ങൾ നോക്കിയാട്ടെ ഈ ക്വസ്റ്റ്യനിൽ പ്ലാന്റ് ആൻഡ് മെഷീനറി റീവാല്യൂഡ് ഫിഗർ ആണ്, 3600 റീവാല്യൂഡ് ഫിഗർ ആണ്. ഇൻവെന്ററി 24,940 ആണ്. പിന്നെ ട്രേഡ് റിസീവേഴ്സ് 24,500 ആണ്. ഇതൊക്കെ എന്താണ് റീവാല്യൂഡ് ഫിഗേഴ്സ് ആണ്. നമ്മളോട് പറയുന്നത് വെച്ചാല് നിങ്ങൾ 25,000 തന്നെ കാണിക്കണം എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, റീവാലുവേഷൻ ഉണ്ട്, പക്ഷെ റീവാലുവേഷന്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, മാറ്റാൻ പറ്റൂല. അസറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ലാബിലിറ്റിന്റെ വാല്യൂ റീവാല്യൂഡ് അല്ലാണ്ട് ബാലൻസ് ഷീറ്റ് ഫിഗറിന്റെ കാണിക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യും? മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. പറയുന്നത് മനസ്സിലാവുന്നില്ല? മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് എപ്പോൾ പ്രിപ്പയർ ചെയ്യാന്ന്. ഇനി സർ എങ്ങനെയാണ് മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണ്ടേ? മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് സിമ്പിൾ ആണ്. എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? ഫസ്റ്റ് 2 ഫേസ് ആണ് മെമ്മോറാണ്ടം റീവാലുവേഷൻ ഉള്ളത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് സാധാ റീവാലുവേഷൻ അക്കൗണ്ട്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് റിവേഴ്സൽ. ഇത് നോർമൽ എൻട്രീസ്, അടുത്ത റിവേഴ്സൽ എൻട്രീസ്. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്ട്രിബ്യൂഷൻ അതാണ് ഇമ്പോർട്ടന്റ്. ഓക്കെ, ശ്രദ്ധിച്ചു എല്ലാവരും. 2 ഫേസ് ആവുന്നത് മെമ്മോറാണ്ടം റീവാലുവേഷൻ. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ഓക്കെ, അതിന്റെ വാല്യൂ 10,000 rupees ആണ്. 3:2:1 ആണ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പണ്ടത്തെ റേഷ്യോ 3:2 ആണ്. ഇപ്പൊ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന്റെ വാല്യൂ 70,000 ആണ്. പക്ഷെ നമ്മളോട് പറയുന്ന പുതിയ ബാലൻസ് ഷീറ്റ് 10,000 തന്നെ കാണിക്കണം. ഓക്കെ, then നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ജേർണൽ എൻട്രി പാസ് ചെയ്യുക ബൈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, എത്ര എമൗണ്ട്? 60,000. കാരണം 70,000 ആയി, 10,000 ആണ് ആക്ച്വൽ വാല്യൂ ഉണ്ടായത്. ഇപ്പൊ 60,000 ഇൻക്രീസ് ആണ്. ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉള്ളൂ എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, ക്രെഡിറ്റ് സൈഡ് കൂടുതലാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ ആണ് ടു പ്രോഫിറ്റ് ഓൺ റീവാലുവേഷൻ A, B. ഓക്കെ, മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഫേസിലെ പ്രോഫിറ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, പ്രോഫിറ്റ് ഓർ ലോസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓൾഡ് പാർട്ട്നേഴ്സിനാണ്. ആർക്കാ? ഓൾഡ് പാർട്ട്നേഴ്സിനാണ്. ഏതാ റേഷ്യോ? ഓൾഡ് റേഷ്യോ. ഓക്കെ, അതായത് 60,000 3/5 എന്ന് പറയുമ്പോൾ 60 × 3/5 36,000 24,000. ഇതാണ് ജേർണൽ എൻട്രീസ്. ഓക്കെ, 60,000 ടോട്ടൽ. പറയുന്നത് മനസ്സിലാവുന്നില്ല? രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ റിവേഴ്സൽ എൻട്രി ആണ്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കും, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് 10,000 ഉള്ളത് നിങ്ങൾ എന്ത് ചെയ്തു? ജേർണൽ എൻട്രി പാസ് ചെയ്തു. ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ടു റീവാലുവേഷൻ. നിങ്ങളുടെ അസറ്റിന്റെ വാല്യൂ കൂടി. ഓക്കെ, കൂടിയിട്ടാ ഉള്ളത്. ഇവിടെ വേണ്ടത് ഇവിടെ എത്തിയിട്ടാ ഉള്ളത്. നമ്മളോട് പറയുന്നത് ഇവിടെ കാണിക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ തന്നെ എത്തിക്കണോ? എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? താഴേക്ക് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതായത് ഒരു അസറ്റ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ജേർണൽ എൻട്രി പാസ് ചെയ്യണം? അസറ്റ് കുറക്കണമെങ്കിൽ എന്താ ജേർണൽ എൻട്രി? ടു അസറ്റ് അക്കൗണ്ട്. എന്താ ഡെബിറ്റ് ചെയ്യാം? മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, പറയുന്ന മനസ്സിലാവുന്നില്ല? അസറ്റ് കൂട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്ത്? അസറ്റ് അക്കൗണ്ട് ടു മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. അതിന്റെ ഉൾട്ട എൻട്രി ആണ് നമ്മൾ പാസ് ചെയ്യുന്നത്. മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. മക്കളെ മനസ്സിലാക്കിയോ? എത്ര എമൗണ്ട്? സെയിം എമൗണ്ട്. സാർ സെയിം എമൗണ്ട് ആവും പിന്നെ എന്തിന് ചെയ്യുന്നത്? പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്നത് ലോസ് ഓൺ റീവാലുവേഷൻ ആണ്. എത്ര എമൗണ്ട്? 60,000. മനസ്സിലാക്കേണ്ടത് ഈ റീവാലുവേഷൻ ലോസ് നമ്മൾ കൊടുക്കേണ്ടത് എക്കും ബിക്കും സിക്കും ആണ്. ഇതാണ് ഇമ്പോർട്ടൻസ്. വേറൊരു കാര്യം ഇമ്പോർട്ടന്റ് ഇല്ല. എക്കും ബിക്കും സിക്കും ഒക്കെ. ഫസ്റ്റ് ഫേസിലെ പ്രോഫിറ്റ് എക്കും ബിക്കും ഓൾഡ് പാർട്ട്നേഴ്സിനാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ഫേസിലെ പ്രോഫിറ്റ് ഓൾഡ് പാർട്ട്നേഴ്സിന് ഓൾഡ് റേഷ്യോ. ഓക്കെ, സെക്കൻഡ് ഫേസിലെ പ്രോഫിറ്റ് ഓർ ലോസ് എന്ത് ചെയ്യേണ്ടത്? റിമൈനിങ് പാർട്ട്നേഴ്സ്. അത് അങ്ങനെ ഞാൻ പേര് പറയുന്നത്, റിമൈനിങ് പാർട്ട്നേഴ്സ്. കാരണം റിട്ടയർമെന്റ് ആയാലും ഡെത്ത് ആയാലും സെയിം ആണ് കേട്ടോ. റിമൈനിങ് പാർട്ട്നേഴ്സ് ആരാണോ എക്സിസ്റ്റ് ചെയ്യുന്ന പാർട്ട്ണർ അവർക്ക് മാത്രം. ഓക്കെ, 60,000 എന്താവും? 30,000 20,000 10,000. മക്കൾ ഇതാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. ഇതാണ് മെമ്മോറാണ്ടം റീവാലുവേഷൻ. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. ലാൻഡ് അസറ്റ് ലാബിലിറ്റി എന്ത് ചെയ്യുന്നത് ആ ഓപ്പണിംഗ് ബാലൻസിൽ തന്നെ കാണിച്ചാൽ മതി. അത്രയേ ഉള്ളൂ, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ എല്ലാവരും? ഒരു പ്രശ്നമില്ല, അത് അങ്ങനെ തന്നെ കാണിക്കണം. സർ ഒരു ശ്രദ്ധിക്കല്ല,
പെട്ടെന്ന് പറഞ്ഞു പോയേന്. ഫസ്റ്റ് ജേർണൽ എൻട്രി ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അക്കൗണ്ട് ഡെബിറ്റ് മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. ഫസ്റ്റ് ജേർണൽ എൻട്രി ഇതാണ്. വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ജേർണൽ എൻട്രി മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ ബിസ് ക്യാപിറ്റൽ. ഓക്കെ, 60,000, 36,000, 24,000 ഇതാണ് ജേർണൽ എൻട്രി. ഓക്കെ, ഇനി റിവേഴ്സൽ എൻട്രി എന്ന് പറയുന്നത് മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്ന് പറയുന്നത് എത്രയാണ്? 60,000, 60,000. ഓക്കെ, നിങ്ങൾ ക്വസ്റ്റ്യനില് എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഒരു ക്യാപിറ്റൽ, ഒരു അസറ്റോ ഒരു ലാബിലിറ്റിയോ ഇൻക്രീസോ ഡിക്രീസോ ഉള്ളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജേർണൽ എൻട്രി ഒന്നും പാസ് ചെയ്യേണ്ട, ഒരു നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്താൽ മതി. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ പ്രിപ്പയർ ചെയ്യാന്ന് പറയൂല ലെഡ്ജർ അക്കൗണ്ട്, അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഇതാണ് ഞാൻ പറയുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്നത് പറഞ്ഞത്. നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്താൽ മതി. ഓക്കെ, ഈ രണ്ടും നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ട്രീറ്റ് ചെയ്യണം. കാരണം എന്താ? ജേർണൽ എൻട്രി മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ഡെബിറ്റ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, മറ്റേതിൽ എന്താണ്? പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു മെമ്മോറാണ്ടം റീവാലുവേഷൻ. രണ്ട് ഫേസും എന്ത് ചെയ്യണം? രണ്ട് ഫേസിലെ ജേർണൽ എൻട്രി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, അത് നമ്മൾ എന്ത് ചെയ്യുക? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് വേറെ നിങ്ങൾ എവിടെയാണോ ഡെബിറ്റും ക്രെഡിറ്റും വരുന്ന അതിനൊക്കെ ട്രീറ്റ് ചെയ്ത് കൊടുക്കുക. ജേർണൽ എൻട്രി മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, ഞാൻ പറയുന്നത് വെച്ചാൽ എക്സാമിന് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഒരു അസറ്റ് മാത്രം ഇൻക്രീസ്. അങ്ങനെയാണെങ്കിൽ സാറേ ഇത്രയും വലിയൊരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് നമ്മൾ ടൈം വേസ്റ്റ് ആക്കണം? വേണ്ട, നിങ്ങൾ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്താൽ മതി. ഓക്കെ, സ്റ്റെപ്പ് വൈസ് എല്ലാം മാർക്ക് കിട്ടും. നിങ്ങൾ നോക്കിയാട്ടെ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിന് ഡെബിറ്റ് ബാലൻസ് 60,000. ഇവിടെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ക്രെഡിറ്റ് എന്തുണ്ട്? 60,000. സീറോ അല്ലേ? ഡെബിറ്റ് ഉള്ളതും ക്രെഡിറ്റ് ഉള്ളതും മൈനസ് ചെയ്തിട്ട് പോകും, സീറോ ആയി. ഓക്കെ, മെമ്മോറാണ്ടം റീവാലുവേഷൻ ഇവിടെ അക്കൗണ്ട് ഇവിടെ 60,000 ഉണ്ട്, ഇവിടെയും 60,000 ഉണ്ട്, അതും ക്യാൻസൽ ആയി. ഡെബിറ്റും ക്രെഡിറ്റും ക്യാൻസൽ ആയി. ഇവിടെ ഡെബിറ്റ് ഉണ്ട്, ഇവിടെ ക്രെഡിറ്റ് ഉണ്ട്, അതും ക്യാൻസൽ ആയി. ഓക്കെ, ഇവിടെ 60,000, 30, 20, 10 പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇനിയിപ്പോ നമുക്ക് രണ്ട് കാര്യങ്ങളുള്ളൂ. ഒന്നാ ഉള്ളൂ ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം. നിങ്ങൾ നോക്കിയാൽ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ 36,000, ഡെബിറ്റ് സൈഡിൽ 30,000. അതായത് ക്രെഡിറ്റ് നിന്ന് ഡെബിറ്റ് മൈനസ് ചെയ്ത് എത്ര കിട്ടും? ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് എത്രയാണ്? 6,000 രൂപ. എങ്ങനെ കിട്ടിയത്? 36,000 30,000 മൈനസ് ചെയ്തു. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ബിന്റേത് 24,000 20,000 മൈനസ് ചെയ്തു. എന്നിട്ട് എന്താ ജേർണൽ എൻട്രി? ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് 4,000 rupees. പിന്നെ എന്താ ചെയ്യാം? സി എന്ന് പറയുന്നത് ഓക്കെ, നമ്മൾ ട്രീറ്റ് ചെയ്ത ക്യാൻസൽ ചെയ്താൽ മതി. ഓക്കെ, സിനെ നമ്മൾ എന്ത് ചെയ്യാം? ഡെബിറ്റ് ചെയ്യാം, കാരണം സി ക്രെഡിറ്റ് ഇല്ല. സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യാം. നിങ്ങൾ നോക്കിയാട്ടെ, ജേർണൽ എൻട്രി ടാലി ആയില്ലേ? ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്താൽ മതി. എന്താ ജേർണൽ എൻട്രി? സീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതാണ് ജേർണൽ എൻട്രി. സാറേ എക്സാമിന് എപ്പോൾ ABC ആയിരിക്കോ? അല്ല മക്കൾ, ഇത് മനസ്സിലാക്കേണ്ടത് എയും ബിയും ആരാ? സാക്രിഫൈസിങ് പാർട്ട്ണർ. സി ഗെയിനിങ് പാർട്ട്ണർ. ഇതാണ് ജേർണൽ എൻട്രി. ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട്. ഓക്കെ, മെമ്മോറാണ്ടം റീവാലുവേഷൻ അക്കൗണ്ട് ഒന്നെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ നിങ്ങൾ അത് നെറ്റ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്താൽ മതി. ആ എൻട്രിന്റെ പേരാണ് എന്ത്? എൻട്രി എന്താണ്? ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഞാൻ എന്തിനാ ഇത് ചെയ്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പ്രൂവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈ ഹാർട്ട് ആയി പോകും. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒന്ന് റെസ്പോണ്ട് ചെയ്യും. സർ 60,000 നമുക്ക് പ്രോഫിറ്റ് വന്നത്. ഓക്കെ സർ, 60,000 പ്രോഫിറ്റ് വന്നത്. പക്ഷെ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ 10,000 കിട്ടിയത്. അതെങ്ങനെ കിട്ടുന്നത്? അതും പറഞ്ഞുതരാം. അതായത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പുതിയ പാർട്ട്ണറുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആണ്. ഈ 60,000 എന്ന് പറഞ്ഞാൽ ഫേമിന്റെ പ്രോഫിറ്റ് ആണ്. സി ഷെയർ ഓഫ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അതായത് 60,000 into 1/6 10,000. ഇതെന്ത് ചെയ്യാം? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സിന് സാക്രിഫൈസിങ് റേഷ്യോ. എന്നാൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുക? സാക്രിഫൈസിങ് റേഷ്യോയിൽ ട്രീറ്റ് ചെയ്യുക. എന്തെല്ലാന്ന്? ഗുഡ്വിൽ, സെൽഫ് ജനറേറ്റഡ് ഗുഡ്വില്ലും മെമ്മോറാണ്ടം റീവാലുവേഷൻ. പക്ഷെ മെമ്മോറാണ്ടം റീവാലുവേഷന് നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ? സർ ഇത് പ്രോഫിറ്റ് ആണെങ്കിലാണ് ഈ ജേർണൽ എൻട്രി. ഓക്കെ, ഇത് പ്രോഫിറ്റ് ആണെങ്കിലാണ്. ലോസ് ആണെങ്കിലോ? ഇഫ് ലോസ് ആണെങ്കിൽ ഇതിന്റെ ഉൾട്ട എൻട്രി. ഇതിന്റെ ഉൾട്ട എൻട്രി എന്താ എൻട്രി? സാക്രിഫൈസിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ടു ഗെയിനിങ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. മക്കൾ ഇതിന് കുറെ കൺസെപ്റ്റ് ഇനും പറയാണ്ട്. എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു എന്നുള്ളത് ഒന്നും കൂടി പറയുന്നുണ്ടെങ്കിൽ നമുക്ക് കൺസെപ്റ്റ് ഓറിയന്റഡ് കുറെ കാര്യങ്ങൾ പറയേണ്ട. അതൊന്നും ഇപ്പൊ ടൈമില്ല. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. പ്രോഫിറ്റ് ആണെങ്കിൽ ഗുഡ്വില്ല് ജേർണൽ എൻട്രി, ലോസ് ആണെങ്കിൽ അതിന്റെ ഉൾട്ട എൻട്രി. ഓക്കെ ആണ് എല്ലാവരും?
ഇതൊക്കെ എന്റെ നോട്ടിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോട്ട് നോക്കിയിട്ട് പഠിക്കുക. അന്നേരം നമ്മൾ എന്ത് ചെയ്തു, മെമ്മോറണ്ടം റീവാലുവേഷനും പഠിച്ചു. ഇനിയിപ്പോ മെമ്മോറണ്ടം റീവാലുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ നിങ്ങൾ നോക്കിക്കോ. പാർട്ട്നേഴ്സ് അഗ്രീഡ് ദാറ്റ് ദി വാല്യൂസ് ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് റിമെയിൻ ദി സെയിം. ഓക്കെ, ഓൾറെഡി ഇവിടെ റീവാലുവേഷൻ എന്ന് പറയുന്നുണ്ട്. എന്ത് പറയുന്നത്, അത് റിമെയിൻ ദ സെയിം ആയിരിക്കണം. ആൻഡ് ആസ് സച്ച് there should not be any change in their book values. ഓക്കെ, അവരുടെ ബുക്ക് വാല്യൂല് ഒരു മാറ്റം ഉണ്ടാവില്ല. ഇതാണ് ബുക്ക് വാല്യൂസ് മക്കളെ, ഇതാണ് ബുക്ക് വാല്യൂസ്. എക്സാമിന് സാറ് എങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ ബാലൻസ് ഷീറ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ അല്ലേ ചെയ്തത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ട്രേഡ് പേയബിൾസ് എടുക്കാം. അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ് ലയബിലിറ്റീസ് ആയിട്ട്. ഇത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഫ്രീ ഹോൾഡ് പ്രൈമസസ് അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ ഇന്നർ കോളത്തിൽ അല്ലെങ്കിൽ ഔട്ടർ കോളത്തിൽ ബാലൻസ് ഷീറ്റിൽ സെയിം ഇന്നർ കോളം ഔട്ടർ കോളം അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ ബാങ്ക് ഇന്നർ കോളത്തിലാണ്, അതിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യണം ബാക്കി കാര്യങ്ങൾ. ഓക്കെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓരോന്ന് വായിക്കുമ്പോൾ ചെയ്തു തീർന്നു. ഓക്കെ, ടിക്കിട ഒരു വട്ടം ടിക്കിട്ട കഴിഞ്ഞു. ഇനി അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കൂടുതൽ. പിന്നെ ഇത് മാത്രം ചെയ്താൽ മതി. പറയുന്ന മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇതേപോലെ പഠിക്കുന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കം റിട്ടയർമെന്റ്, ഞാനും പണ്ട് വിചാരിച്ചത് അഡ്മിഷൻ കം റിട്ടയർമെന്റ് ടഫാണ്, പക്ഷെ അവർക്ക് ഈസിയാണ്. എപ്പോഴും മനസ്സിലാക്കാം, നമ്മൾ ആകെ ഇവിടെ 2 റേഷ്യോസ് യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ഓൾഡ് റേഷ്യോ, ഒന്ന് പിന്നെ ഗെയിനിങ് റേഷ്യോ ഓർ സാക്രിഫൈസിങ് റേഷ്യോ. ന്യൂ റേഷ്യോ യൂസ് ചെയ്യുന്നുണ്ട് എപ്പോഴാണ്, ആ മെമ്മോറണ്ടം റീവാലുവേഷന്റെ സെക്കൻഡ് ഫേസിൽ മാത്രം. ഓക്കെ, പിന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നത്.